സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ നീതി നിഷേധത്തിനെതിരെ പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. 11 ദിവസം ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയയായ വയോധികയ്ക്ക് ഇൻഷുറൻസ് ആനുകൂല്യം പൂർണ്ണമായി നിഷേധിച്ചുവെന്നാണ് പരാതി. ശ്വാസതടസ്സവും ചുമയുമായി കൊല്ലം ശങ്കേഴ്സിൽ ചികിത്സ തേടിയ ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി ഗോപാലകൃഷ്ണന്റെ ഭാര്യ സെലീനയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. കഴിഞ്ഞ 17-നാണ് കായംകുളം പത്തിയൂർ സ്വദേശിനി 75-കാരിയായ സലീന ഗുരുതരമായ ചുമയും ശ്വാസതടസ്സവും മൂലം പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിൽ എത്തിയത്. അന്നു മുതൽ 27 വരെ 11 ദിവസം കിടത്തി ചികിത്സയ്ക്ക് വിധേയയായി. ഇതിനിടെ ആദ്യ ബില്ല് മെഡിസെപ്പ് അനുവദിച്ചതായും അറിയിച്ചു. പിന്നീട് ഡിസ്ചാർജ് ആയപ്പോൾ 79,000 രൂപയായിരുന്നു ബിൽ തുക. ഇത് അനുവദിക്കാനാകില്ലെന്ന് മെഡിസെപ്പിന്റെ അധികൃതർ അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്നന്ന് തന്നെ വൈകിട്ട് മെഡിസെപ്പിന്റെ കാർഡ് കൊടുത്തപ്പോൾ പറഞ്ഞ് 16,000 സംതിങ് രൂപ അപ്രൂവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇത് കൊടുത്തപ്പം പറഞ്ഞ് ഇതെല്ലാം റിജക്റ്റ് ചെയ്ത് ഇത് അവിടെ കിടക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് അവിടെ കിടന്ന് ചികിത്സിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചുമയുടെ മരുന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഉടനെ സ്റ്റീറോയിഡൊക്കെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഉടനെ എനിക്ക് ഷുഗർ അങ്ങ് 500-600 ഒക്കെ ആകും. അങ്ങനെ ആകുമ്പോൾ ഡോക്ടർ അത് നിർത്തും. അത് നിർത്തുമ്പം പിന്നെ ചുമ വീണ്ടും തുടങ്ങും. അങ്ങനെ ട്രീറ്റ് ചെയ്ത 11 ദിവസം അവിടെ ഇപ്പോൾ കിടത്തി കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ 79 ചില്ലറ ഉണ്ടായിരുന്നു. അപ്പം അത് അവർ തരത്തില്ലെന്ന് റിജക്റ്റ് ചെയ്ത്. ആനുകൂല്യം നിഷേധിക്കാൻ കാരണമായി മെഡിസെപ്പിന്റെ അധികൃതർ നൽകുന്ന വിശദീകരണം സലീലയ്ക്ക് കിടത്തി ചികിത്സ ആവശ്യമില്ല എന്നതായിരുന്നു. എന്നാൽ ശക്തമായ ചുമയും ശ്വാസതടസ്സവും മൂലം ബുദ്ധിമുട്ടിയ സലീലയ്ക്ക് സ്റ്റിറോയിഡ് അടക്കം കുത്തിവെച്ചിരുന്നു. പ്രമേഹ രോഗി കൂടിയായ സലീലയിൽ ഈ സമയം പഞ്ചസാരയുടെ അളവ് 500-ന് മുകളിലെത്തുന്ന ഗുരുതര സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു. ഇപ്പം കിട്ടാതിരിക്കുന്നതല്ലേ. ഇപ്പം 24 കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ 25 പോയില്ല. എനിക്ക് എല്ലാ പ്രാവശ്യവും ഈ ചുമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റത്തില്ല. അത്ര ഭയങ്കര ചുമയാണ് എനിക്ക്. ഈ ഓക്കാനം പോലെ വരും. കഫം വന്നിട്ട് ശ്വാസം മുട്ടി ഓക്കാനം പോലെ വന്നിട്ട് നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല. വല്ലവരോടും സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. കിടക്കാൻ പറ്റത്തില്ല. രാത്രി കിടന്നു കഴിയുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അനിവാര്യമായ ചികിത്സ തേടിയത് അനാവശ്യമെന്ന് കാട്ടി ആനുകൂല്യം നിഷേധിച്ചത് തീർത്തും അധാർമികമെന്ന് സലീലയുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ മെഡിസെപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് സലീലയുടെ കുടുംബത്തിന്റെ തീരുമാനം. അത് മനഃപൂർവ്വമായിട്ട് പണം അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും മനഃപൂർവ്വമായിട്ട് നിഷേധിക്കുന്നതായിട്ടാണ് അനുഭവത്തിലൂടെ അറിയാൻ കഴിയുന്നത്. ഇതിനെതിരായി ശക്തമായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് ഞങ്ങൾ. എവിടെല്ലാം പോകാവോ അവിടെല്ലാം പോയി പിന്നെ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൂടി അറിഞ്ഞ് അർഹരായവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനം മെഡിസെപ്പ് വ്യാപകമായി സ്വീകരിക്കുമ്പോൾ കൃത്യമായി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കടുത്ത പ്രതിസന്ധിയിലാവുകയാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.